ഷാലോമിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഏദൻ തോട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മുഖപടമണിഞ്ഞു നിന്നും നീലാകാശ കുടയുടെ കീഴിൽ വെയിൽ കാഞ്ഞും ഭൂമി വാഴുന്നും ഋതുഭേദ നിറങ്ങളാടും ആവാസഗേഹമായി ജീവനും മനുഷ്യനും നീ. കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോടിനടുത്തുള്ള ചെങ്ങളം പ്രദേശത്തെ ചെരിപുറത്ത് കുടുംബത്തിന് കൃഷി പാരമ്പര്യമായി കിട്ടിയതാണ്. എനിക്ക് ത്രിപുരയിൽ ജോലിയായിരുന്നു, റബ്ബർ ബോർഡിലെ ജോലിക്കിടെ അവിടെ തീവ്രവാദികൾ അവിടെ വരികയും തീവ്രവാദികൾ വന്നതിന് പേരിൽ അവിടുന്ന് ഞങ്ങൾ ഇവിടെ ജോലി ഉപേക്ഷിച്ച് ഇവിടെ വരികയും ചെയ്തു. ഇവിടെ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു പണി വേണമല്ലോ എന്ന് പ്ലാൻ ഇട്ടപ്പോൾ ഞങ്ങൾ നഴ്സറി ആണ് ഞങ്ങൾ ആരംഭിച്ചത്. അപ്പോൾ നഴ്സറി ആരംഭിച്ച് തുടക്കം എന്ന നിലയിൽ ഞങ്ങൾ റബ്ബറിൻ്റെ ഓരോ നഴ്സറി ആരംഭിച്ച് കുറേ റബ്ബർ തൈ ബാഗ് ഉണ്ടാക്കി. റബ്ബർ തൈയുടെ വില കുറഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ റബ്ബർ തൈയുടെ പരിപാടി മാറി. അതിനുശേഷം പിള്ളേരെ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ കാട്ടുജാതി തൈകൾ കുറച്ച് കൊണ്ടുവന്ന് വെച്ച് ജാതിത്തൈ നഴ്സറി തുടങ്ങി. അത് ആദ്യം ഒരു 10-50 ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പിന്നെ എണ്ണം കൂട്ടിക്കൂട്ടി അതായി. പിന്നെ പഴങ്ങളുടേതായി, പഴം ഫിലോസാന, റംബുട്ടാന്, മാംഗൂസ്ന്, ദുരിയാന്, ഏതെല്ലാം പഴങ്ങളെക്കുറിച്ച് കേൾക്കുന്നോ അതിൻ്റെ എല്ലാം പഴങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിച്ച് നോക്കുകയും അത് നല്ലതാണെന്ന് കാണുമ്പോൾ അതുകൊണ്ടുവന്ന് ആ തൈ ഉണ്ടാക്കി അത് ആൾക്കാർക്ക് കൊടുക്കാൻ നോക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ തൈകളും നോക്കി, തള്ളമരം നോക്കി, മദർ പ്ലാന്റ് നോക്കി കണ്ട് ആ ഓരോ മരത്തിൻ്റെയും ഗുണവിശേഷങ്ങൾ അറിഞ്ഞ് അതിൻ്റെ ഓരോന്നും കൊണ്ടുവന്ന് ബഡും ലെയറും ഗ്രാഫ്റ്റ് ചെയ്ത് ഇവിടെ ഓരോ മദർ പ്ലാന്റ് നഴ്സറി ഉണ്ടാക്കി. അങ്ങനെ മദർ പ്ലാന്റിൻ്റെ ബഡ്വുഡ് നഴ്സറി ഉണ്ടാക്കിയതിന് ശേഷം ഇവിടുന്ന് തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുൻപ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽപ്പെട്ട് സർക്കാർ ഉദ്യോഗം വേണ്ടെന്ന് വെച്ച് പിതാവിനൊപ്പം കൃഷിയിൽ സജീവനായ ടോമിൻ്റെ ജീവിതം ഏറെ സംഭവബഹുലമാണ്. വിശുദ്ധ അന്തോനീസിൻ്റെ തീർത്ഥാടന ഇടവക ദേവാലയത്തിലെ സജീവ അംഗമാണ് അദ്ദേഹം. നല്ലൊരു കർഷകനാണ്. മറ്റ് കർഷകരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട്
നൂതനമായ കൃഷി രീതികൾ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിൽ പോലും ഇദ്ദേഹത്തിൻ്റെ നഴ്സറിയിൽ നിന്നും ഉണ്ടാക്കുന്ന ആ തൈകൾക്ക് ആവശ്യക്കാർ വളരെ ഏറെയാണ്. അത്ഭുതകരമായ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പല കൃഷി രീതികളും പരീക്ഷിച്ച ഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് കാർഷിക മേഖല തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കാർഷിക ചൈതന്യം ഒട്ടും നഷ്ടപ്പെടുത്താതെ പുതിയ പുതിയ രീതികൾ അവലംബിച്ച് വരുന്ന തലമുറയ്ക്ക് നല്ലൊരു ദിശാബോധം കൊടുക്കുവാനായിട്ട് ടോം ആൻ്റണിക്ക് കഴിയും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. 5 ഏക്കർ സ്ഥലത്തെ റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റിയാണ് ഈ കർഷകൻ ജാതി കൃഷിയിലേക്ക് തിരിയുന്നത്. പിന്നീടുള്ള അന്വേഷണമാണ് ടോമിനെ പഴവർഗ കൃഷിയിലേക്ക് നയിക്കുന്നത്. അത്യപൂർവങ്ങളായ പഴവർഗ ചെടികളുടെ ഒരു ശേഖരം തന്നെയാണ് ഈ പുരയിടം. സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ ഈ കോട്ടയം ഡിസ്ട്രിക്റ്റിലൊക്കെ എല്ലാവരും ചെയ്യുന്നത് പോലെ റബ്ബറിനെ മാത്രം ആശ്രയിച്ചുള്ള ഒരു സമ്പ്രദായമല്ല ടോമിയുടെ ഒരു പ്രത്യേകത. ഒരു 3-4 ഏക്കർ സ്ഥലം റബ്ബർ മുഴുവനും വെട്ടിക്കളഞ്ഞിട്ട് പല വൃക്ഷങ്ങൾ തന്നെ ആണ് ഇപ്പം പുള്ളി കൃഷി ചെയ്യുന്നത്. സാധാരണ നമ്മൾ വിദേശ ഇനങ്ങളായ റംബൂട്ടാൻ, മംഗോസ്റ്റിൻ, ഫിലോസാനൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ വിരളമാണ്. പക്ഷേ ടോമി അത് വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുകയും അതുപോലെ തന്നെ പല വൃക്ഷങ്ങളല്ലാതെ ഔഷധ സസ്യങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നല്ലൊരു മാതൃകാ കർഷകനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. റബ്ബറിനും മറ്റുമൊക്കെ വിലയില്ലാതെ ബുദ്ധിമുട്ടുന്ന ഈ കാലത്തിൽ വിവിധതരം ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച്, അത് നമുക്കറിയാം, ഫലങ്ങൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനുമെല്ലാം ഒത്തിരി ആരോഗ്യപ്രദമാണ്. അദ്ദേഹത്തിൻ്റെ നഴ്സറിയിലുള്ള ജാതി, റംബൂട്ടാൻ, അതുപോലെ തന്നെ കുരുമുളക് ചെടികൾ വർഷത്തിലെല്ലാ അവസരത്തിലും ഫലം നൽകുന്ന പ്ലാവ്, അങ്ങനെ വിവിധ തരത്തിലുള്ള ഫലങ്ങൾ ഉണ്ടാകുന്ന ചെടികളും മരങ്ങളും ഒക്കെ നിർമ്മിച്ചെടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയൊരു സിദ്ധിയാണ്. ഇടവയ്ക്ക് അഭിമാനമാണ്, അതുപോലെ തന്നെ നാടിന് അങ്ങേയറ്റം അനുഗ്രഹപ്രദവുമാണ്. നമ്മുടെ നാട്ടിൽ അന്യം നിന്നു പോകുന്ന ഒട്ടേറെ നാടൻ ചെടികളും പച്ചക്കറികളും ടോമിൻ്റെ ശേഖരത്തിലുണ്ട്. ഇവയിൽ ചിലത് ഔഷധങ്ങളുമാണ്. ഇത് വഴുതന വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. വംശനാശം നേരിടുന്ന ഒരു ചെടി. ഇപ്പോൾ കേരളത്തിൽ ആണെങ്കിൽ എല്ലായിടത്തും ധാരാളമായി കാണാൻ പറ്റുന്നില്ല. ഞാൻ മംഗലാപുരത്ത് ഒരു എക്സിബിഷന് വേണ്ടി പോയപ്പോഴാണ് ഇതിൻ്റെ കായ കണ്ട ഇതിൻ്റെ ചെടി ഇവിടെ നിന്ന് കൊണ്ടു വെച്ചത്. ഇതിൻ്റെ പല വിധത്തിലുള്ള, പല മുഴുപ്പിലും പല രീതിയിലുള്ള ഇത് ഇവിടെയുണ്ട്. വഴുതന വർഗ്ഗത്തിൽപ്പെട്ടതായതുകൊണ്ട് നമുക്കൊരു പച്ചക്കറിയായിട്ട് ഇതിനെ ഉപയോഗിക്കാം. ഇത് മരുന്നിനൊക്കെ ഉപയോഗിക്കും എന്ന് പറയപ്പെടുന്നു. പിന്നെ മറ്റ് കേടുപാടുകളൊന്നും കാണുന്നില്ല. ചട്ടിക്കകത്ത് വെച്ച് വളർത്താൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് മണ്ണിൽ വെച്ച് വളർത്തുന്നതാണ് ഇത് നല്ലത്. ഇത് ഡൽഹിയിലൊരു എക്സിബിഷന് പോയപ്പം ആ എക്സിബിഷൻ സ്റ്റാളിൽ നിന്ന് കിട്ടിയ വഴുതന വർഗ്ഗത്തിൽപ്പെട്ടവരാണ്. ഛത്തീസ്ഗഡാണ് ഇതിൻ്റെ ജന്മദേശം. ഇതിൻ്റെ കായ്ക്ക് വിളഞ്ഞു വരുമ്പോൾ കായ്ക്ക് 1/2 കിലോയിലധികം തൂക്കം ഉണ്ടാകുന്നുണ്ട്. ഇതിലൊരു 1.5 കൊല്ലത്തോളം ധാരാളം കാ പിടിക്കും. ഒരു 10-60 കായത്തിൽ ഉണ്ടാകും. ഇത് കുറ്റിക്കുരുമുളക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി ഉള്ള ഒരു ചെടിയാണിത്. ഇത് കൈരളി ഇനത്തിൽപ്പെട്ട ഒരു കുരുമുളക് കൂടിയാണ്. തണലുള്ള സ്ഥലങ്ങളിലാണ് ഇതിന് കൂടുതൽ കാ കിട്ടുന്നത്.
ഇത് നേരത്തെയൊക്കെ നമ്മൾ ഓരോ മരത്തിന് ചൂണ്ടി പോയി കുരുമുളക് പൊടി ഉണ്ടാക്കുമായിരുന്നു. അതിന് പകരം നമ്മളിതിൽ പ്രത്യേക സ്ഥലത്ത് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ തൂണ് കുഴിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ സ്ഥലത്തുനിന്ന് നമുക്ക് കൂടുതൽ ഉൽപ്പാദനം കിട്ടും. മരത്തെ വലിയധികം പൊക്കത്തിൽ കയറാതെ തന്നെ നമുക്കൊരു ഗോവണി, ചെറിയൊരു ഗോവണിയോ ഒരു ഷൂളോ ഇട്ട് നമുക്കിങ്ങനെ നമുക്ക് പറിച്ചെടുക്കാം. അതാണ് ഇതിൻ്റെ കൃഷി പ്രത്യേകത. പിന്നെ മറ്റേ പ്രത്യേകതയായിട്ട് ശ്രദ്ധിക്കുന്ന വെള്ളം ധാരാളം വേണം. ഒരു ഡ്രിപ്പിട്ട് കൊടുത്തിട്ട് മണ്ടയിൽ നിന്ന് വെള്ളം ഒഴിച്ചു വിട്ടാലേ ഇത് എപ്പോഴത്തേക്കും കാ പറിക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഇന്ന് ഈ പുരയിടത്തിൻ്റെ പകുതിയിലധികം സ്ഥലവും ഫലവൃക്ഷങ്ങളുടെ നേഴ്സറിയായി മാറിക്കഴിഞ്ഞു. അതാകട്ടെ അത്യപൂർവങ്ങളായ റംബൂട്ടാൻ്റെയും പുലോസാൻ്റെയും മാങ്കോസ്റ്റിൻ്റെയും തൈകൾ കൊണ്ട്. അതോടൊപ്പം തന്നെ ഉയർന്ന ഇനം കൊക്കോ തൈകളും കുരുമുളക് ചെടികളും ഇവിടെ സുലഭമാണ്. ഇത് തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് പൊടിയാണ്. കൈരളി, പന്നിയൂർ, വണ്ണ, കരിമുണ്ട അങ്ങനെ പല ഇനത്തിൽപ്പെട്ട കുരുമുളക് പൊടി നമ്മളിവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയായ ഒരു കൊടി ഇത്രയും പഠിച്ച് ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇവിടുന്ന് കയറി വരുന്ന കൊടി നമ്മൾ വരത്തെ കൊണ്ട് ഇടുകയാണെങ്കിൽ 2ാം കൊല്ലം നമുക്ക് തരുന്ന ആദായം കിട്ടും ഈ കുരുമുളക് പൊടിയിൽ നിന്ന്. പിന്നെ ഉണക്കിനെ പിടിച്ച് വെള്ളം ആഴ്ച ഒരു ദിവസം വെള്ളം പിടിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ വളർച്ച എല്ലാം ശരിയാവും. ഏറെ കൗതുകകരമായ മറ്റൊരു കാഴ്ചയാണ് ഇവിടുത്തെ പ്ലാവിൻ തോട്ടം. ഏതാണ്ട് 2 ഏക്കർ സ്ഥലത്തായി വിവിധ നാടൻ ഇനങ്ങളാൽ സമ്പന്നമാണ് ഈ തോട്ടം. ഒപ്പം പുതിയ ഇനം അത്യുൽപാദന ശേഷിയുള്ള വിയറ്റ്നാം സൂപ്പർ എയർലി ഇനത്തിൽപ്പെട്ട 2ാം വർഷം കായ്ക്കുന്ന പ്ലാവുകളും ഇവിടെ ലഭ്യമാണ്. അന്വേഷിച്ചു വരുന്നവർക്കായി ബഡ് ചെയ്ത തൈകളും എപ്പോഴും തയ്യാറാണ്. ഇത് കൊട്ടാരക്കര KVKയിൽ നിന്നും എനിക്ക് കിട്ടിയൊരു പ്ലാവിൻ്റെ ഇനം തൈയാണ്. ഇതിൻ്റെ പേര് സിന്ദൂര എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത ചക്കപ്പഴത്തിൻ്റെ കളറ് നല്ലപോലെ ചുമല കളറായിരിക്കും. ചക്കപ്പഴത്തിൻ്റെ കളറ് ഇതിൽ കഴിഞ്ഞ കൊല്ലത്തെ കായ ഉണ്ടായിരുന്നു. ഇതിന് ഇവിടെയാണ് കഴിഞ്ഞ കൊല്ലം കായ ഉണ്ടായത്. ഈ വർഷം മാച്ചൊക്കെ ഇങ്ങനെ ഇതുണ്ടായിരിക്കുന്നു. തൈ വെച്ചൊരു 4 കൊല്ലം കഴിയുമ്പം ആദ്യത്തെ കായ നമുക്ക് ഉൽപ്പാദനം കിട്ടും. എല്ലാ പുതിയ ഇനം ഫലവൃക്ഷ തൈകളും സ്വയം നിർമ്മിച്ചെടുക്കുന്നതിൽ ഈ കർഷകൻ ഏറെ ശ്രദ്ധാലുവാണ്. വേരുകൾ കൂടുതലുള്ള ബ്രസീലിയൻ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് തൈകളും ബഡ് ചെയ്ത പ്ലാവിൻ തൈകളും എല്ലാം ഈ കരവിരുതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. പുതിയ ഇനങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് ടോമിനെ മക്കോട്ട ദേവ എന്ന അപൂർവ ഇനം ചെടിയിലേക്ക് നയിക്കുന്നത്. സ്വർഗത്തിൽ നിന്നും വന്ന പഴം എന്നാണ് മക്കോട്ട ദേവ എന്ന വാക്കിന് അർത്ഥം. ഇന്തോനേഷ്യയിലും മലേഷ്യയിലും കണ്ടുവരുന്ന ഈ പഴത്തെ കേരളത്തിൽ എത്തിച്ചതിൻ്റെ പെരുമ ടോമിനു മാത്രം അവകാശപ്പെട്ടതാണ്. ഇതാണ് മക്കോട്ടദേവ എന്ന് പറയുന്ന ചെടി. ഇപ്പോൾ ഈ ചെടിക്ക് ഒരു 7 അടി പൊക്കത്തോളം ഉയരമുണ്ട്.
ഇതിന് പഴുത്ത കായ ഇതുപോലെ വിളവായി കഴിയുമ്പം ഇതുപോലെ പൊടിഞ്ഞ് താഴെ വീഴും. താഴെ വീഴുന്ന കായ എടുത്ത് ഇത്രയും ഇങ്ങനെ വിളവായ കായാണ് നമ്മൾ ഇതുപോലെ മുറിച്ച് ഇതിനകത്ത് നിന്ന് കുരുവെടുത്ത് മാറ്റി നമ്മൾ അരിഞ്ഞുണങ്ങി എടുക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിലെ കാലാവസ്ഥയിൽ ഇതിലത്തെ ധാരാളം പൂക്കളുണ്ടാകുന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് മഴ കൂടുതലായാൽ ഇതിൽ നിന്ന് നമുക്ക് കാ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് കാഫലം ആണെങ്കിൽ കാലാവസ്ഥയിൽ മഴ കുറഞ്ഞ സമയത്ത് മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് ധാരാളം ഇതുപോലുള്ള പല വിധത്തിലുള്ള കായ്കൾ നമുക്ക് ഉണ്ടായി കിട്ടുള്ളൂ. ഇതിൽ പല ചെടികളിലും പല പ്രായത്തിലുള്ള കായകളുണ്ട്. ഇത് വിളവാകാത്ത കായ, ഇത് പയ്യെ ചെറുതായിട്ട് ഉണ്ടായി വരുന്ന കായ, ഇത് പഴുത്ത കായ. ഇങ്ങനെ ഈ ചെടിയിൽ തളർത്ത് നിൽക്കുന്ന ചെടിയാണെങ്കിൽ ഇതിൽ കൂടുതൽ കായ ഉണ്ടായി നമുക്ക് കൃഷിക്കാരന് ഉപകാരം കിട്ടുന്നുണ്ട്. ഷുഗറും ക്യാൻസറും ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഈ പഴം ഒരു ദൈവീക ദാനം തന്നെയാണ്. അതിന് ചില തെളിവുകളും നമുക്കിടയിലുണ്ട്. ടോമിയുടെ ചെങ്ങളത്തുള്ള നഴ്സറി പോവുകയും ആ നഴ്സറിയിൽ സാധാരണ കാണാത്ത വിവിധയിനം ഔഷധ സസ്യങ്ങളും അങ്ങനെ കാണുകയുണ്ടായി. സാധാരണ റബ്ബർ വെട്ടിക്കളഞ്ഞാണ് പുള്ളി കൂടുതൽ ഇങ്ങനെ കൃഷിയിലേക്ക് വന്നത്. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് മൽഹോട്ടാദേവയുടെ ഇത് കിട്ടിയത്. കായും കിട്ടി, തൈയും കിട്ടി. അത് പ്രമേഹ രോഗികൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് അത് സാധാരണ നമ്മൾ ഹോമിയോപ്പതി മരുന്ന് കൊടുക്കുന്നത് പോലെയുള്ള ഗുണങ്ങൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഭാവിയിലൊരു ഹോമിയോപ്പതി ഔഷധമായിട്ട് ഉണ്ടാക്കാനുള്ള ശ്രമമുണ്ട്. വാദം, ത്വക്ക് രോഗങ്ങൾ, എക്സിമ മുതലായവയ്ക്കുള്ള ചികിത്സ ഇതുവരെ കൊടുത്തിട്ടില്ല. അത് ഭാവിയിൽ അതും കൊടുക്കാനുള്ള ശ്രമമുണ്ട്. ഇതിൻ്റെ പഴുത്ത കായ ഒരു ചെടിയിൽ നിന്ന് ഒരു 15 ദിവസം കഴിയുമ്പം കായ പഴുത്ത ഭാഗമായി താഴെ വീഴും. താഴെ വീഴുന്ന കായ, ഈ പഴുത്ത കായകൾ നമുക്ക് ശേഖരിക്കാം. ചെടിക്ക് തണലത്ത് വെക്കുന്നതാണ് ചെടി കൂടുതൽ വളരാൻ താല്പര്യം. ഒരു 10 അടിയെങ്കിലും അകലത്തിൽ ഈ ചെടി വെക്കണം. ഒരു 2 അടി താഴ്ചയുള്ള കുഴിയെടുത്താണ് ഇത് വെക്കേണ്ടത്. ഇതിൽ ചെടി കൂടുതൽ കാഫലമായി കഴിയുമ്പം കാറ്റ് വല്ലം വന്ന് മറിഞ്ഞു പോകാൻ സാധ്യത കൂടുതലുണ്ട്. ചെടി നാട്ടിക്കെട്ടേണ്ട അത്യാവശ്യമാണ്. ഇവിടെ എൻ്റെ 2-3 ചെടി ഇവിടെ മറിഞ്ഞു പോയി. അതുകൊണ്ട് നാട്ടിക്കെട്ടണം ചെടി. സ്വന്തം അനുഭവത്തിൽ നിന്നുമാണ് ടോം ഈ പഴത്തെ ആശ്രയിച്ചത്. നിരന്തരമായ ശ്രദ്ധയിലൂന്നിയ പരീക്ഷണങ്ങൾ. ഈ മക്കോട്ടത്താവ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചെടി നട്ട് 6 മാസം കഴിയുമ്പം ചെടിയിൽ ഒറ്റയും ഒക്കെ പൂക്കൾ ആരംഭിക്കുകയും ആ പൂ 2-3 കായായിട്ട് മാറുകയും ചെയ്യും. ഈ കായയുടെ വിളവ് 45 ദിവസത്തിനും 60 ദിവസത്തിനും ഇടയ്ക്കാണ് ഈ കായയിലുണ്ടാകുന്ന വിളവ് നമുക്ക് കിട്ടുന്നത്. അത് ആദ്യം 2 തൈയെ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. അതുകൊണ്ടെന്ന് അത് ശ്രദ്ധിച്ച് നോക്കിയില്ല എങ്കിൽ ആ തൈ മുഴുവൻ ഉണങ്ങിപ്പോകും. അത് പുഴു കയറി കടിക്കാൻ നല്ല സാധ്യതയുള്ളൊരു ചെടിയാണ്. അതിനെ നോക്കി പരിപാലിച്ച് 1-2 കാ കിട്ടുന്നതിനെ ഉണ്ടാക്കിയ 50 തൈ പ്ലാന്റ് ചെയ്ത് ഇപ്പോൾ ആവശ്യത്തിനുള്ള എല്ലാവർക്കും കൊടുക്കാൻ മാത്രം ആയി എന്ന് പറയാറായിട്ടില്ല. എന്നാൽ ഒരുമാതിരി തൈ ഉണ്ട്. അതിൻ്റെ പഴം ചെത്തി ഉണങ്ങുമ്പോൾ ഭയങ്കര കട്ടിയാണ്. അടയ്ക്കായുടെ ചവര് പോലെ നല്ല കട്ടിയാണ്. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ചെത്തി ഉണങ്ങാൻ. അത് ചെത്തി ഉണങ്ങി വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ തുടങ്ങിയിട്ട് ഒരു 3-4 വർഷമായി. അതിൻ്റെ വെള്ളം കുടിച്ച് കഴിക്കുന്നതുകൊണ്ട് ഷുഗർ കൺട്രോൾ ആവുന്നുണ്ട്. പലയിടത്തും യാത്രയ്ക്ക് പോകുവാണെങ്കിൽ അത് കഴിക്കുന്നില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ വരുവാകുമ്പോൾ ഷുഗർ ഇച്ചിരി കൂടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ നന്നായി പഴുത്ത കായ ആദ്യം നല്ലപോലെ കഴുകും. 3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ കായ ഇതുപോലെ പതുക്കെ എടുത്ത് കുരുവെടുത്ത് മാറ്റും. അതാണ് ഇതിൻ്റെ കുരു. ഈ കുരുവെടുത്ത് മാറ്റി ഇടും. ഓരോ കായ്ക്കകത്ത് 2-3 വിത്തുകൾ കാണും. ഈ വിത്തുകൾക്കൊരു പ്രത്യേകതയുള്ള ഈ വിത്ത് ഒരു 20% വിത്തുകൾ 100 വിത്ത് നമ്മൾ പാകുവാണെങ്കിൽ ഒരു 20% വിത്ത് മാത്രമേ നമുക്ക് കിളുക്കുള്ളൂ. അതുപോലെ വിത്ത് കിളുക്കുന്നില്ല. അതുകൊണ്ട് തൈകൾ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സവോള അരിയുന്ന പോലെ കനം കുറച്ച് അരിയും. ഇതുപോലെ കനം കുറഞ്ഞ ചീളായിട്ട് മാറും.
ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന പഴച്ചീളുകളാണ് മഹാരോഗസംഹാരിയായി ഉപയോഗിക്കുന്നത്. ചെങ്ങളം പള്ളിക്കത്തോട് റോഡിൽ പൂർണിമ ജംഗ്ഷന് സമീപം ചെരിപുറത്ത് നഴ്സറിയിൽ വൈവിധ്യങ്ങളായ ഫലവൃക്ഷങ്ങൾക്കൊപ്പം ജൈവസമ്പന്നമായ ഒരു മീൻ വളർത്തൽ കേന്ദ്രവുമുണ്ട്. ഏറെ ആദായകരമായ രീതിയിൽ എങ്ങനെയാണ് മീൻ കൃഷി ചെയ്യുന്നത് എന്ന് ടോമിൽ നിന്നും നാം നേരിട്ട് പഠിക്കേണ്ടതുണ്ട്. തോട്ടത്തിലെ ജലസംഭരണിയാണ് ഈ കുളം. ഏതാണ്ട് 35 അടി താഴ്ചയുള്ള ഈ കുളത്തിൽ നിന്നും ജലം പമ്പ് ചെയ്ത് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം വഴിയാണ് കൃഷിയിടം നനയ്ക്കുന്നത്. ഭാരതീയ ഋഷി പാരമ്പര്യത്തിലെ രുദ്രാക്ഷമരവും ഈ തോട്ടത്തിന് സ്വന്തമാണ്. തൈകൾ ആവശ്യമുള്ള ഭക്തർക്ക് മിതമായ നിരക്കിൽ അത് ലഭ്യവുമാണ്. തൻ്റെ വീടിനോട് ചേർന്നുള്ള പാതയോരത്ത് ചെടികളും ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ച് അദ്ദേഹം നമുക്കൊരു നിശബ്ദ മാതൃകയാവുകയാണ്. ഇടവകയിലെ സജീവ സാന്നിധ്യവും ദൈവാശ്രയ ബോധവുമുള്ള ഈ കർഷകൻ നമുക്ക് എന്നും അഭിമാനം തന്നെയാണ്, ഒപ്പം അനുകരണീയനും. മരമായിരുന്നു ഞാൻ പണ്ട് ഒരു മഹാനദിക്കരയിൽ, നദിയുടെ പേര് ഞാൻ മറന്നുപോ. നൈലോ യൂഫ്രട്ടീസോ യാങ്സിയോ യമുനയോ, നദികൾക്കെന്നെക്കാളുമോർമ്മ കാണണം. അവർ കടലിൽ ചിറകുള്ള സഞ്ചാരപ്രിയർ, നിലത്തെഴുതാൻ പഠിച്ചവർ, പറയാൻ പഠിച്ചവർ.